Hello friends, let me introduce Dr. V. Narayana Iyer. He is working as HSST in Botany, BJSM Madathil Higher Secondary School, Thalava North, Karunagapalli, Kollam. I cordially invite all of you to this activity-oriented online plus 2 botany class, part 13. Once again, I welcome you all. ഇന്ന് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. The strongest people make time to help others, even if they are struggling with their own personal problems. Help others without any reason and give without the expectation of receiving anything in return is actually a good helping mentality. അപ്പോൾ ഹാപ്പിനെസ് ഈസ് ഹെൽപ്പിംഗ് അതേഴ്സ്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ നമ്മുടെ സമൂഹ നന്മയ്ക്കായി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ നമുക്ക് കഴിയണം. നമ്മളുടെ ലൈഫ് നടക്കണം, അതിനോടൊപ്പം മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു കൈത്താങ്ങാകാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഈ കവിതയിൽ പോലും മാറ്റുരയ്ക്കുന്നത്. അപ്പോൾ മനുഷ്യനും ഈശ്വരനും ഒന്നായി മാറുന്നു, അല്ലേ? അതല്ലേ സത്യം? അപ്പോൾ സമൂഹ നന്മയ്ക്കായി ആകട്ടെ ഇന്നത്തെ ഈ കവിത പോലും. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഭക്ത്യനുരാഗതയാദിവപുസ്സ പരാത്മ ചൈതന്യം, പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. പദങ്ങളന്വയമാർന്നേ വാക്യം ഭവിപ്പു സാർത്ഥകമായി, ശ്രുതിയും താളവുമൊത്തേ ഗാനം ശ്രോത്രസുഖം നൽകൂ. പരാനപേക്ഷം പ്രാണിക്കമരാൻ പഴുതില്ലൊരിടത്തും, പരൻ പുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ. പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ, പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പൂ. പ്രപഞ്ചമസ്മദ്വചനാമ്രേടന പണ്ഡിതമാം കീരം, പ്രപഞ്ചമസ്മദ്ഭാവ വിഡംബന പാടവമാർന്ന നടൻ. പ്രപഞ്ചഭൂമിയിൽ വിതച്ച വിത്തിൻ ഫലത്തെ നാം കൊയ്യൂ, വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം. വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനുമേന്മേലമൃതമയം. നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതു നാകം നരകവും അതുപോലെ. ഏകോദര സോദരർ നാമേവരുമെല്ലാ ജീവികളും, ലോകപടത്തിൽ തമ്മിലിണങ്ങിടുമോദപ്രോതങ്ങൾ. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക്, അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഗുഡ് മോർണിംഗ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ
സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അതായത് ചാപ്റ്റർ 1 റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്, ചാപ്റ്റർ 2 സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ചാപ്റ്റർ 3 സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ 4ലേക്ക് പോകാം. അതായത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക് ഗ്രൂപ്പിലാണ് ഈ ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 4 ഗ്രൂപ്പാണ് ബയോടെക്നോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് അവതരിപ്പിക്കേണ്ടത്. ബയോടെക്നോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ അടുത്ത 2 ഗ്രൂപ്പാണ് അവതരിപ്പിക്കേണ്ടത്, ലാസ്റ്റ് 2 ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബയോടെക്നോളജി എന്താണെന്ന് ക്ലിയർ ആകണമെങ്കിൽ ആദ്യം ന്യൂക്ലിക് ആസിഡ്സ് ആയ DNA ആൻഡ് RNA കുറിച്ച് ഒരു ബേസിക് അവയർനെസ് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഗ്രൂപ്പ് 1 ആസ്റ്റിൻ്റെ ടോപ്പിക്, DNA ആൻഡ് RNA. ആരാണ് അവതരിപ്പിക്കാൻ വരുന്നത്? അർജുന അജയ് ഫ്രം A2 ബാച്ച്. ഓക്കെ, വന്നോളൂ. A warm welcome to all. I am Arjuna Ajay from Aste Group. Our topic is DNA and RNA. Deoxyribonucleic acid DNA and ribonucleic acid RNA are the 2 types of nucleic acid found in living system. DNA acts as the genetic material in most of the organism. RNA, though it also acts as a genetic material in some viruses, mostly functions as a messenger. RNA has additional role as well. It functions as adapters, structurals, and in some cases as an catalytic molecule. In the case of DNA, the sugar is called deoxyribosugar, but in the case of RNA, the sugar is called ribose sugar. The structure of DNA was first introduced by Watson and Crick. Both DNA and RNA are able to mutate, in that RNA being unstable mutate at a faster rate. Consequently, viruses having RNA genome and having shorter lifespan mutate and evolve faster. In the case of RNA, there are mainly 3 types of RNA present. They are mRNA, rRNA and tRNA. That means messenger RNA, ribosomal RNA and transfer RNA. These 3 RNAs have its own role during protein synthesis. The structure of DNA seen as a double helical model, the end usually termed as 5' and 3' end twisted in the form of a ladder. The side of the ladder consists of sugar and phosphate, whereas the step consists of nitrogen bases. Adenine always complementary to thymine, whereas guanine complementary to cytosine. And these 2 nitrogen bases are linked by hydrogen bond. When the case of RNA, adenine linked with uracil, guanine linked with cytosine. These 4 nitrogen bases are broadly classified into 2 types. They are purines and pyrimidine. DNA produces RNA and this RNA produces protein. This direction is called central dogma. That means DNA gives RNA, RNA gives protein. In the case of DNA, 3 nitrogen bases constitute a codon and the anticodons are seen in transfer DNA. During protein synthesis, codons and anticodons complementary to each other with the help of transfer RNA, and a protein or a polypeptide chain is produced, that is called protein synthesis. So, both DNA and RNA are 2 important nucleic acids seen in all living systems.
So that's all about the topic. Thank you and have a nice day. അപ്പോൾ DNA ആൻഡ് RNA കുറിച്ച് വളരെ വിശദമായി അർജുന അജയ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. എക്സലൻറ്റ് പ്രസൻറ്റേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ് 2 ബെന്തി പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി. ഇതാരാണ് അവതരിപ്പിക്കുന്നത്? സേതു പാർവതി ഫ്രം A2 ബാച്ച്. വന്നോളൂ. Welcome all. I am Sethu Parvati from Bendi Group and I am assigned here to take the topic Principles of Biotechnology. So let's get started. Biotechnology. Biotechnology deals with techniques of using live organisms or enzymes from organisms to produce products and processes useful to humans. So, it's a technique involving production of products and processes which are useful for humans by using living organisms or the enzymes of organisms. Now, biotechnology is broadly classified into two: old biotechnology and modern biotechnology, or traditional biotechnology and advanced biotechnology, or kitchen biotechnology and genetic engineering. So the names are clear for you. First one, old biotechnology and modern biotechnology, or the traditional biotechnology and advanced biotechnology, or kitchen biotechnology and genetic engineering. For example, in vitro fertilization leading to a test tube baby, or synthesizing a gene and using it, or even developing a DNA vaccine or correcting a defective gene are all part of genetic engineering. Meanwhile, conversion of milk into curd in presence of a bacterium called lactobacillus is an example for kitchen biotechnology. So I hope this is clear for all. Okay, that's all about the introduction. Now we are moving into the principles of biotechnology. Among many, the two core techniques that enabled the birth of modern biotechnology are: first, genetic engineering. Genetic engineering involves the techniques to alter the chemistry of genetic material to introduce these into host organism and thus change the phenotype of the host organism. That is, it involves the techniques to alter the chemistry of genetic material, that is DNA and RNA, to introduce these into host organism and thus change the phenotype of the host organism. Okay, then the second one is bioprocess engineering, that is maintenance of sterile ambience in chemical engineering process to enable the growth of only the desired microbe or eukaryotic cell in large quantities for the manufacture of biotechnological products. Okay, so it only involves the maintenance of sterile ambience. Now, the technique of genetic engineering, which includes creation of recombinant DNA, use of gene cloning and gene transfer, allows us to isolate and introduce only one or a set of desired genes without introducing undesirable genes into the target organisms. And do you know that the construction of the first recombinant DNA emerged from the possibility of linking a gene encoding antibiotic resistance with a native plasmid of Salmonella typhimurium? And you all know about plasmid, right? It is the extracircular chromosomal DNA present in bacteria. Okay, then this isolation of antibiotic resistance gene by cutting out a piece of DNA from plasmid
was first accomplished by Stanley Cohen and Herbert Boyer in 1972. Now, maybe there will be a question arising in your mind that how would you cut a DNA? Yes, the cutting of DNA at specific locations become possible with the discovery of so-called molecular scissors, the restriction enzymes, and the cut piece of DNA was then linked with the plasmid DNA, and these plasmid DNA act as vectors to transfer the piece of DNA attached to it. Okay, and there are three basic steps in genetically modifying an organism. First one, identification of DNA with desired gene. Second, introduction of the identified DNA into the host. Third, maintenance of introduced DNA in the host and transfer of the DNA to its progeny. So, which are the three basic steps in genetically modifying an organism? First, identification of DNA with desired gene. Second, introduction of the identified DNA into the host. Third, maintenance of introduced DNA in the host and transfer of the DNA to its progeny. So, that's all about our topic. I hope this much is clear for you. We had discussed about biotechnology and its classification, the examples of its classification, and then we talk about the techniques involving in biotechnology, the genetic engineering and bioprocess engineering, and then we talk about the three basic steps involved in genetically modifying an organism. So, I hope this is clear for you. Thank you and have a nice day. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജിയെക്കുറിച്ച് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ടോപ്പിക് ഗ്രൂപ്പ് 3 കോസ്മോസ്, ടൂൾസ് ഓഫ് റീകോമിനന്റ് DNA ടെക്നോളജി. ആരാണ് അവതരിപ്പിക്കുന്നത്? ആമിന എ ഫ്രം A2 ബാച്ച്. വന്നോളൂ. Hi, I am Amina coming from Cosmos Group. Our topic is tools of recombinant DNA technology. The various tools are enzyme, electrophoresis, cloning vector and competent host. Then microinjection and gene gun. In enzyme, restriction enzyme are two types. Endonuclease and exonuclease is used for cut DNA inside or center. Exonucleated is used for end cutting. The first restriction is endonuclease is hint to. Each restriction endonuclease into DNA. A specific palindromic nucleotide sequences into DNA. Palindromic nucleotide is the sequence of reads, the same on two strands in 5' 3' and 3' 5' direction. Next one is electrophoresis. DNA fragments can be separated by forcing them to move towards the anode under an electric field through a medium or agarose gel. A separated DNA fragments can be visualized only after staining the DNA in a compound known as ethidium bromide, followed by exposure to UV radiation. You can see bright orange colored band of DNA in a ethidium bromide stained gel. In separated bands of DNA are cut out from the agarose gel and extracted from gel piece. This step is known as elution. Next is cloning vector. The purified DNA fragments are used in constructing recombinant DNA by joining them with cloning vectors. Vectors are the agent which are used for cloning of DNA. Usually, plasmids are used as cloning vectors. Plasmid is an extra chromosomal circular DNA seen in bacterium cell. Two various of characters of cloning vectors are: first one is origin of replication or ORI. This is a sequence from where replication starts, and any piece of DNA when linked to this sequence
can be made to replicate within the host cells. Second one is selectable marker. In addition to ORI, the vector requires a selectable marker, which helps in identifying and eliminating non-transformants and selectively permitting the growth of the transformants. And third one is cloning sites. In order to link the alien DNA, the vector needs to have very few, preferably single recognition sites for the commonly used restriction enzymes. And fourth one is vector for cloning genes in plants and animals, used as cloning vectors which is not pathogenic but able to deliver genes of our interest into plants and animals. Next one, competent host in DNA is a hydrophilic molecule. It cannot pass through cell membrane. So the bacterial cells must first be made competent to take up DNA. If it done by treating them with a specific concentration of a divalent cation such as calcium, which increases the efficiency with which DNA enters the bacterium through pores in its cell wall. Next is microinjection. The recombinant DNA is directly injected into the nucleus of an animal cell by micro effect is called microinjection. Next is gene gun. Cells are bombarded with a high velocity microparticles of gold or tungsten coated with DNA is called gene gun or biolistics. That's all about our topic. Thank you. അപ്പോൾ 3 ടോപ്പിക്കാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഗ്രൂപ്പ് 1 ആസ്റ്റർ, DNA ആൻഡ് RNA. ഗ്രൂപ്പ് 2 ബെന്തി, പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി. ഗ്രൂപ്പ് 3 കോസ്മോസ്, ടൂൾസ് ഓഫ് റീകോമിനന്റ് DNA ടെക്നോളജി. അല്ലേ? ഇപ്പം DNA ആൻഡ് RNA ആർ 2 ഇമ്പോർട്ടൻറ്റ് ന്യൂക്ലിക് ആസിഡ്സ്. ദ ബേസിക് യൂണിറ്റ് ഈസ് കാൾഡ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, കാരണം വളരെ വിശദമായി നീറ്റായിട്ട് അർജുന അജയ് ക്ലാസ് എടുത്തു കഴിഞ്ഞു. കൺഗ്രാറ്റ്സ്. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജിയാണ്. അപ്പോൾ എന്താണ് ബയോടെക്നോളജി എന്നുള്ളത് മനസ്സിലായല്ലോ. ബയോടെക്നോളജി ഡീൽസ് വിത്ത് ടെക്നിക്സ് ഓഫ് യൂസിങ് live organisms or enzymes from organisms to produce products and processes useful to humans. Okay, this biotechnology is broadly classified into 2: old biotechnology and new biotechnology. That new biotechnology is nowadays called genetic engineering or recombinant DNA technology. Okay, അപ്പോൾ അതിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് സേതു പാർവതി പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. എക്സലൻറ്റ് പ്രസൻറ്റേഷൻ. ഓക്കെ, അടുത്തത് ഈ ബയോടെക്നോളജി നമുക്ക് ഫങ്ഷണൽ ആകണമെങ്കിൽ ചില ടൂൾസ് വളരെ അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടൂൾസ് ഓഫ് റീകോമിനന്റ് DNA ടെക്നോളജിയാണ്. അത് അവതരിപ്പിച്ച ആമിന വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വേണ്ട ടൂൾസ് പ്രധാനമായിട്ടും എൻസൈംസ്, അതുപോലെ തന്നെ ഇലക്ട്രോഫോർസിസ്, ക്ലോണിംഗ് വെക്റ്റർ, കോമ്പീറ്റന്റ് ഹോസ്റ്റ്, മൈക്രോ ഇഞ്ചക്ഷൻ, ജീൻ ഗൺ എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എൻസൈംസിന് നല്ലൊരു റോളാണുള്ളത്. റെസ്ട്രിക്ഷൻ എൻസൈം യൂസ്ഡ് ഫോർ കട്ടിംഗ് ഓഫ് DNA, DNA ലിഗേസ് യൂസ്ഡ് ഫോർ ജോയിനിങ് ഓഫ് DNA, DNA പോളിമറൈസ് യൂസ്ഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് DNA, ഹെലിക്കേസസ് യൂസ്ഡ് ഫോർ അൺഫോൾഡിങ് ഓഫ് DNA ഹെലിക്സ്. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് DNA കട്ട് ചെയ്യാനും ജോയിൻ ചെയ്യാനും അതുവഴി ക്ലോണിംഗ് ഫലപ്രാപ്തിയിൽ എത്തിക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലിവിങ് ഓർഗാനിസങ്ങളെയാണ്. എക്സാമ്പിൾ ബാക്ടീരിയ. ബാക്ടീരിയയിലെ പ്ലാസ്മിഡിലേക്ക് നമ്മൾ ഡിസേബിൾഡ് ജീൻ അഥവാ DNA ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അഥവാ ക്ലോണിംഗ് നടത്തി കഴിയുമ്പോൾ ബാക്ടീരിയ അതിൻ്റെ കോപ്പീസ് എടുക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കോപ്പി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇത് നമ്മൾ ആവശ്യാനുസരണം എടുത്ത് ടാർഗറ്റ് ഓർഗാൻസിലേക്ക് നിക്ഷേപിക്കുകയാണ് പതിവ്. അത് മൈക്രോ ഇഞ്ചക്ഷൻ ആയിട്ടോ ഇല്ലെങ്കിൽ ജീൻ ഗണ്ണായിട്ടോ പല ഡിവൈസ് വഴി നമുക്ക് ടാർഗറ്റ് ഓർഗാൻസിലേക്ക് ഇൻസർട്ട് ചെയ്യാവുന്നതാണ്. ക്ലോണിംഗ് വെക്ടറുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഇൻസർഷണൽ ഇനാക്ടിവേഷൻ.
In this, a recombinant DNA is inserted within the coding sequence of an enzyme beta-galactosidase. This results into inactivation of the enzyme, which is referred to as insertional inactivation. Okay? അപ്പോൾ ഇത്രയും പോർഷൻസ് വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ബയോടെക്നോളജി, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ കൊറോണ വൈറസിന് എതിരെ കണ്ടുപിടിച്ച വാക്സിൻ പോലും, ഇല്ലേ? അപ്പോൾ നമുക്ക് വളരെ ഫലപ്രദമായി ബയോടെക്നോളജിയെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിന് അനന്ത സാധ്യതകൾ ഇനിയും സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് മേഖലകൾ എത്താനുണ്ട്. അതിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. ശരിക്കും ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്നാണ്, കിച്ചണിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇതിന് കിച്ചൺ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് കൺവേർഷൻ ഓഫ് മിൽക്ക് ഇൻ ടു കർഡ്, അല്ലേ? അവിടെ ഒരു ബാക്ടീരിയയാണ് ആക്ട് ചെയ്യുന്നത്. ഏതാണ് ബാക്ടീരിയ? ലാക്ടോബാസിലസ്. ഓക്കെ, സോ ഇനിയുള്ള റിമൈനിങ് 3 പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യനായിട്ടും ഗൂഗിൾ ഫോമിലും നൽകിയിട്ടുണ്ട്. ഈ ഓൺലൈൻ +2 ബോട്ടണി ക്ലാസ് കണ്ടതിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും 2 ദിവസത്തിനുള്ളിൽ ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നത്തെ +2 ബോട്ടണി ഓൺലൈൻ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. Students, I hope you have enjoyed this online +2 botany class. So we'll meet soon with another interesting topic on the very next class. Till then, goodbye.